ഇന്ന് നമ്മളെ വലിച്ചെറിയുന്ന ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കിടിലൻ ടിപ്പുകളാണ് കേട്ടോ കാണിക്കുന്നത്. തുടക്കക്കാർക്ക് പോലും ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതെ ഇടിയപ്പമൊക്കെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. നമ്മുടെ എല്ലാം വീട്ടിൽ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ പാത്രങ്ങൾ ഫുഡ് ഐറ്റംസുകൾ വാങ്ങുമ്പോൾ കിട്ടാറുണ്ടല്ലേ. ഇത് വെച്ചിട്ടുള്ള ഓരോ ടിപ്പുകളും നമുക്ക് കണ്ടു നോക്കാം. ആദ്യം ഞാൻ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ബോക്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് 4 പീസ് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് കുറച്ച് കട്ടിയുള്ള ബോക്സാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ 4 മൂലയിലും ഡബിൾ സൈഡ് ടേപ്പ് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾ കുറച്ച് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നവരാണ്, ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ ഒക്കെ ഉള്ളവരാണെങ്കിൽ നല്ലപോലെ പെയിൻ്റൊക്കെ അടിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്ലെയിൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ഡബിൾ സൈഡ് ടേപ്പ് 4 കോർണറിലും ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ബോക്സ് ഭിത്തിയിൽ എവിടെയാണ് ഒട്ടിക്കേണ്ടത് അവിടെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഷെൽഫായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ഫ്ലവർ പോട്ടുകളൊക്കെ വെക്കുന്ന ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഷെൽഫുകളൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് കഴിയും. പക്ഷേ നമ്മൾ വേസ്റ്റ് ആകുന്ന ഒരു ബോക്സ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ബോക്സിനുള്ളിലേക്ക് ഫ്ലവർ പോട്ടുകൾ, പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഫ്ലവർ പോട്ടുകൾ അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് ക്രിയേറ്റീവ് ഐഡിയ ഉള്ളവരാണെങ്കിൽ ആ ഒരു ബോക്സ് കുറച്ച് കളറൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇനി ഇതേ ബോക്സ് തന്നെ നമുക്ക് കിച്ചണിലും ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റൗവിൻ്റെയൊക്കെ സൈഡിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന മസാല ബോക്സുകളൊക്കെ ഇതിലേക്ക് വെക്കാം. അതുപോലെ തന്നെ മാച്ച് ബോക്സ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൗവിൻ്റെ ലൈറ്റർ, അതും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എടുക്കുന്ന കിച്ചൺ ടവലുകളൊക്കെ ഉണങ്ങിയത് നല്ലപോലെ അറേഞ്ച് ചെയ്തിട്ട് ഇതിനുള്ളിൽ വെക്കുകയാണെങ്കിൽ കാണാനും ഭംഗിയായിരിക്കും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുള്ളിലേക്ക് ഡബിൾ സൈഡ് ടേപ്പ് കുറച്ചൊന്ന് സ്പേസ് വിട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ഓരോ ചെറിയ ചെറിയ പീസായിട്ട് എടുത്തിട്ട് ഒട്ടിച്ചു വെച്ചാൽ മതി കേട്ടോ. ഈ ഒരു രീതിയിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് ആ ഒരു ടേപ്പിന് മുകളിലേക്ക് നമ്മൾ മുട്ട വെച്ച് കൊടുക്കുകയാണെങ്കിൽ മുട്ട അവിടെ നല്ല പോലെ സ്റ്റിക്കായിട്ടിരുന്നോളും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ പരസ്പരം മുട്ട തട്ടി ഉടയുകയോ അല്ലെങ്കിൽ മുട്ട പെട്ടെന്ന് ചീത്തയാവുകയോ ഇല്ല. ഈ ഒരു ലെയറിന് മുകളിലേക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ചെറിയ ഫ്രിഡ്ജൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ മുട്ട സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കുറേ മുട്ട ഒരു ബോക്സിൽ തന്നെ സ്റ്റോർ ചെയ്യാനും വെക്കും. അതുപോലെ തന്നെ പരസ്പരം മുട്ട തട്ടി പൊട്ടിപ്പോവുകയില്ല. ഇനി നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലെ കുക്കിംഗ് ഒക്കെ തുടങ്ങിയവരുണ്ടാകുമല്ലോ, അവർക്ക് പോലും ഫ്ലോപ്പ് ആവാണ്ട് എങ്ങനെ ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരു ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് നമ്മൾ മാവ് കുഴയ്ക്കുകയോ പരത്തുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. എന്ന് മാത്രമല്ല നമ്മൾ ഈ ഒരു മാവിലേക്ക് കൈ തൊടുക പോലും ചെയ്യുന്നില്ല കേട്ടോ. അത്ര ഈസി ആയിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് വിസ്താരമുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 ഗ്ലാസ് പത്തിരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല നൈസായിട്ടുള്ള വറുത്ത പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ വേണം. 2 ഗ്ലാസ് മാവിലേക്ക് 1.5 ഗ്ലാസ് തേങ്ങാപ്പാലും 1.5 ഗ്ലാസ് വെള്ളവും, അങ്ങനെ 3 ഗ്ലാസ് വെള്ളമാണ് മൊത്തം നമ്മൾ എടുത്തേക്കുന്നത്. ആദ്യം നമ്മൾ 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പറയാനായിട്ട് നേരത്തെ വിട്ടുപോയതാണ് കേട്ടോ. അപ്പം മൊത്തം 3 ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ല പോലെ കട്ടകളില്ലാത്ത രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു രീതിയിൽ നമുക്ക് ഇടിയപ്പം തയ്യാറാക്കുകയാണെങ്കിൽ മാവിലേക്ക് വെള്ളം കൂടിപ്പോയി അല്ലെങ്കിൽ മാവ് കുഴയ്ക്കുന്ന ആ ഒരു പരുവം ശരിയായില്ല, ഒന്നും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇനിയിപ്പം നിങ്ങൾ എടുക്കുന്ന വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മളിത് സ്റ്റൗവിലേക്ക് വെച്ച് നല്ലതുപോലെ കുറുക്കി ആ ഒരു ഇടിയപ്പത്തിൻ്റെ ഡോ തയ്യാറാക്കിയെടുക്കുമല്ലോ, ആ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നല്ലപോലെ നമ്മളിതിനെ കുറുക്കിയെടുക്കുന്നുണ്ട്. അരിമാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട കെട്ടും. അതുകൊണ്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ആ ഒരു ഡോയുടെ പരുവാകുന്നത് വരെ, അതായത് നമ്മൾ വെച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാകുന്നത് വരെ നമ്മളൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. പലരും ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് മടിക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് റെഡിയായി കിട്ടത്തില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്താൽ ഒട്ടും തന്നെ പേടിക്കേണ്ട കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പല രീതിയിൽ ഇടിയപ്പം തയ്യാറാക്കി നോക്കിയിട്ടുള്ള ഒരാളാണ് കേട്ടോ. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പം ഇടിയപ്പത്തിൻ്റെ ആ നൂലുകളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും വരുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ മാവ് പാത്രത്തിൽ നിന്ന് ഇളകി വരുന്ന ഒരു പരുവമായിട്ടുണ്ട്.
ഇതുപോലെ മാവ് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാകുമ്പം സ്റ്റൗ ഓഫാക്കിയിട്ട് ഈ ഒരു മാവിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൽ തന്നെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ചൂട് കാരണം മാവ് ഡ്രൈ ആയി പോകും. ഇപ്പം നമ്മൾ ഇത് മാറ്റി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുവരെയും നമ്മൾ ഈ ഒരു മാവിൽ കൈ തൊട്ടിട്ടേ ഇല്ല. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ ഈ ഒരു ഗ്ലാസിൻ്റെ ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ചേക്കാം. ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇടിയപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇടിയപ്പം അച്ചിൽ തയ്യാറാക്കുമ്പോൾ പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് നമ്മൾ പ്രസ് ചെയ്യണമെന്നുള്ളത്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഇടിയപ്പത്തിൻ്റെ ആ നടുക്കുള്ള ആ ഒരു കമ്പുണ്ടല്ലോ അതിലേക്ക് മാവെല്ലാം കൂടെ ചുറ്റിയിരുന്നിട്ട് മുഴുവനായിട്ട് നമുക്ക് ആ ഒരു ഇടിയപ്പത്തിൻ്റെ പ്രസ്സിലൂടെ മാവ് കിട്ടുന്നില്ല എന്നുള്ളത്. അങ്ങനെ എന്ത് പ്രശ്നമുള്ളവരാണെങ്കിലും ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. ഉപയോഗിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നർ ഉണ്ടല്ലോ, ഇതിൻ്റെ അടപ്പോ അല്ലെങ്കിൽ ഈ ഒരു പാത്രമോ നമുക്കെടുക്കാം. ഞാനിപ്പം പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ അടപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇടിയപ്പത്തിൻ്റെ ചില്ല് വെച്ച് കൊടുത്തതിന് ശേഷം അതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് കട്ടി കുറഞ്ഞുള്ള കണ്ടെയ്നറൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും ഈസി ആയിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പ് ചില്ലിൻ്റെ അതേ ആകൃതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇടിയപ്പം തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇടിയപ്പത്തിൻ്റെ സേവനാഴിയിലേക്ക് സാധാരണ പോലെ ചില്ലിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അടിഭാഗം നല്ലതുപോലെ ടൈറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സേവനാഴിക്കുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കുക. ഞാനതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് കുറേശ്ശെ സ്പൂണിലെടുത്ത് നമ്മുടെ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേ, നമ്മുടെ മാവ് നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ മാവ് ഉപയോഗിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് പോലും ഈസി ആയിട്ട് ഇടിയപ്പം തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു മാവ് നമ്മൾ കൈകൊണ്ട് കുഴയ്ക്കോ എന്തിനേറെ പറയുന്നു കൈകൊണ്ട് തൊടുക പോലും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ സേവനാഴിയിലേക്ക് മാവ് നിറച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ പ്ലാസ്റ്റിക്കിൻ്റെ സർക്കിൾ ഉണ്ടല്ലോ അത് അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് സേവനാഴി അടച്ച് സാധാരണ പോലെ തന്നെ നമുക്ക് ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് മുകളിൽ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്നുകൂടി ആ ഒരു പ്രഷർ ഉള്ളതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് കഴിയും. മാത്രമല്ല ഒട്ടും തന്നെ മാവ് വേസ്റ്റ് ആവുകയോ ആ ഇടിയപ്പത്തിൻ്റെ നടുക്കുള്ള ആ ഒരു കമ്പുണ്ടല്ലോ അതിൽ മാവ് കുരുങ്ങിയോ ഒന്നും തന്നെ ചെയ്യത്തില്ല. കണ്ടില്ലേ, നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഓരോ നൂലും എത്ര സ്മൂത്തായിട്ടാണ് അച്ചിൽ നിന്ന് വരുന്നതെന്നുള്ളത്. നമ്മളിപ്പം മാവ് കൈകൊക്കെ വെച്ച് കുഴച്ച് കൈ വേദനിച്ച് അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആവാണ്ട് വരിക അല്ലെങ്കിൽ നമുക്ക് ചൂട് സഹിക്കാൻ വയ്യാണ്ട് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടുക ഒന്നുമില്ല കേട്ടോ. മാവിൽ കൈ പോലും തൊടാതാണ് ഇത്ര ഈസി ആയിട്ട് ഇടിയപ്പം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത്രയും നല്ല ടിപ്പുകൾ ഷെയർ കൂടി ചെയ്ത് കൊടുത്തോളൂ. അപ്പോഴേ നമ്മൾ ഇടിയപ്പം എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം. നോക്കി, ഒരു തുള്ളി മാവ് പോലും വേസ്റ്റ് ആയിട്ടില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സാധാരണ നിങ്ങൾ ഇടിയപ്പം തയ്യാറാക്കുമ്പം ആ ഒരു അച്ചിൻ്റെ നടുക്കുള്ള കമ്പിൽ മാവെല്ലാം ചുറ്റി കുറേ വേസ്റ്റ് ആവത്തില്ലേ, ഈ ഒരു രീതിയിൽ ചെയ്താൽ ഒരു തുള്ളി പോലും മാവ് വേസ്റ്റ് ആവാണ്ട് കൈ നോവാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.